പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ഓട്ടോയിൽ കയറി യുവതിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം. പോലീസ് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് വിവിധ സംഘടനകൾ. തന്റെ പരാതി പോലീസ് ഗൗരവമായി കണ്ടില്ലെന്ന് യുവതിയുടെ വെളിപ്പെടുത്തൽ. മണൽ മാഫിയകൾ സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന മണൽ കടത്ത് സർക്കാർ ഗൗരവമായാണ് കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ്. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി നവംബർ 6-ന് ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. ഒറ്റപ്പാലം നഗരസഭ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ബാങ്ക് അക്കൗണ്ട് കോടതി മരവിപ്പിച്ചതോടെ വികസന പ്രവർത്തനങ്ങളും താളം തെറ്റും. പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച. സിപിഎമ്മിലെ നിഷി അനിൽരാജ് ചെയർപേഴ്സണായേക്കും. മുസ്ലിം ലീഗും മത്സരരംഗത്തുണ്ട്. ആരുടെയും ആശ്രയമില്ലാതെ വെളിനേഴിയിൽ ഒരു ആശ്രയഭവൻ. സമീപത്തെ ലക്ഷം വീട് കോളനി തകർച്ചയിലേക്കും. ഇതൊന്നും കാണാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് ഓട്ടോ യാത്രക്കാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവം. ഓട്ടോ ഡ്രൈവർ യാത്രക്കാരിയോട് അപമര്യാദയായി പെരുമാറുക മാത്രമാണ് ചെയ്തതെന്ന പോലീസ് റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. പോലീസ് വീണ്ടും യുവതിയിൽ നിന്നും മൊഴിയെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കോടതിപ്പടിയിൽ നിന്നും ടൗണിലേക്കാണെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറിയ യുവതിയെ ടൗണിലേക്ക് കൊണ്ടുപോവാതെ ടിപ്പു സുൽത്താൻ റോഡ് വഴി കൊണ്ടുപോവുകയായിരുന്നു. ടിപ്പു സുൽത്താൻ റോഡ് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോറിക്ഷ കോങ്ങാട് റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ തനിക്ക് പോവേണ്ട സ്ഥലം ഇതല്ലെന്ന് പറഞ്ഞ് യുവതി ബഹളം വെച്ചിരുന്നു. ഇത് വകവയ്ക്കാതെ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ദൂരം ഓട്ടോറിക്ഷ നിർത്താതെ വേഗത്തിൽ പോവുകയാണെന്ന് മനസ്സിലാക്കി അപകടമണത്താണ് യുവതി ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും ചാടിയത്. തുടർന്ന് വഴിയാത്രക്കാരാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിനിടെ യുവതിയോട് ഓട്ടോ ഡ്രൈവർ പറഞ്ഞ അസഭ്യ വാക്കുകളെല്ലാം അന്വേഷണത്തിന് വന്ന പോലീസിനോട് യുവതി മൊഴി നൽകിയിരുന്നു. എന്നിട്ടും യുവതിയോട് ഓട്ടോ ഡ്രൈവർ അപമര്യാദയായി പെരുമാറിയെന്ന കുറ്റം ചുമത്തിയുള്ള കേസ് മാത്രമാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് സിപിഎം, ബിജെപി, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, മുസ്ലിം ലീഗ്, ഹിന്ദു ഐക്യവേദി, SNDP തുടങ്ങി രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ രംഗത്ത് വന്നതോടെ പോലീസ് വീണ്ടും യുവതിയിൽ നിന്ന് മൊഴിയെടുത്തു. അപമര്യാദയായി പെരുമാറിയെന്ന കുറ്റത്തിന് പുറമെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം എന്ന കുറ്റം കൂടി ചുമത്തിയാണ് പോലീസ് ഞായറാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രതി ആരാണെന്ന് പോലീസിന് വ്യക്തമായ സ്ഥിതിക്ക് സംഭവം നടന്ന് 2 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. താൻ പറഞ്ഞ പോലെയല്ല പോലീസ് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും രേഖപ്പെടുത്തിയ കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയോ രേഖയിൽ ഒപ്പുവെപ്പിക്കുകയോ ചെയ്തില്ലെന്നും തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ ഓട്ടോറിക്ഷയിൽ നിന്നും ചാടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി പറഞ്ഞു. ഓട്ടോ യാത്രക്കാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവം നിസ്സാരമായി കാണാനാവില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ശശി പറഞ്ഞു. പ്രതിയെ പിടികൂടി തക്കതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ സിപിഎം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും യുവതിയെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം പി കെ ശശി മാധ്യമങ്ങളോട് പറഞ്ഞു. ഓട്ടോക്കാരന് തക്കതായ ശിക്ഷ നൽകാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ പ്രശ്നം സിപിഎം ഏറ്റെടുത്ത് പോലീസിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും പി കെ ശശി പറഞ്ഞു. മറ്റൊരു സ്ത്രീക്കും ഇനി മേലിൽ മണ്ണാർക്കാട് ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ, കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഉതകുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിലപാട് തിരുത്തി ഈ കാര്യത്തിൽ നോൺ ബൈലബിൾ സെക്ഷൻ 8 പ്രതിയുടെ പേരിൽ കേസ് ചെയ്യുകയും കുറ്റവാളിയെ അടിയന്തരമായിട്ട് കസ്റ്റഡിയിലെടുക്കാനും വാഹനം ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കാനും ആവശ്യമായിട്ടുള്ള നിലപാടിലേക്ക് പോലീസ് മാറണം. അല്ലാത്ത പക്ഷം നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഒരിടവേളയ്ക്ക് ശേഷം മണ്ണാർക്കാട് ആക്രമണങ്ങളും ഗുണ്ടാവിളയാട്ടങ്ങളും വർദ്ധിച്ചു വരികയാണ്. എത്ര വലിയ അക്രമ സംഭവങ്ങളായാലും പോലീസ് നിസ്സാരമായാണ് കണക്കാക്കുന്നതെന്ന് പി കെ ശശി ആരോപിച്ചു. വലിയതായി കാണേണ്ട സംഭവങ്ങൾക്ക് പോലീസ് വേണ്ടത്ര ഗൗരവം നൽകാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്ന് സംഘപരിവാർ. യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഗൗരവമായാണ് കാണുന്നതെന്നും സംഘപരിവാർ നേതാക്കൾ മണ്ണാർക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഒരു പ്രതിയെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി പോലീസ് അധികാരികൾ, വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ ഒരു വിഷയത്തിന് എത്രയും പെട്ടെന്ന് നടപടിയെടുത്തില്ലെങ്കിൽ സംഘവും പരിവാർ പ്രസ്ഥാനങ്ങളും ശക്തമായ സമരപരിപാടിയോടുകൂടി മുന്നോട്ട് പോകും. ഓട്ടോ യാത്രക്കാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറെ ഉടൻ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് SNDP മണ്ണാർക്കാട് താലൂക്ക് യൂണിയൻ ആവശ്യപ്പെട്ടു. പ്രതിയെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും യൂണിയൻ പ്രസിഡന്റ് NR സുരേഷ് പറഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു NR സുരേഷ്.
പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വന്ന് മൊഴിയെടുക്കുകയും ആ മൊഴി അവരെ വായിച്ചു കേൾപ്പിച്ചില്ല, അതിലൊപ്പം തന്നെ അവരെ ഒപ്പിടിച്ചിട്ടില്ല. വായിച്ചു കേൾപ്പിക്കാതെ ഒരു മൊഴി എടുത്തുകൊണ്ടാണ് പോലീസ് എടുത്ത് പോയത്. അപ്പോൾ അതിലെന്തോ ഒരു നിഗൂഢതയുണ്ട്, അതിന് പിന്നിൽ ആരോ മാഫിയ സംഘങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ശക്തമായി SNDP യൂണിയൻ അതിനെ എതിർക്കുകയാണ്. SNDP യൂണിയൻ മുന്നോട്ട് സമരമാർഗമാണെങ്കിൽ സമരമാർഗം ചെയ്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട് കൂട്ടായിട്ട് ജനങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒപ്പം നിൽക്കുവാൻ തന്നെ SNDP യൂണിയൻ തയ്യാറാണ്. വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി മണൽ കടത്തുന്ന മാഫിയകളുടെ പ്രവർത്തനം സർക്കാർ ഗൗരവമായാണ് കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. തൂതപ്പുഴയിലെ വിവിധ കടവുകളിൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മണൽ കടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മണൽ മാഫിയ ചെയ്യുന്ന ഒരു കാര്യമാണ്, വളരെ മോശമായ കാര്യമാണ്. അതിലെ സ്കൂൾ PTA അതുപോലെ രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഒക്കെ വളരെ ജാഗരൂകരായിരിക്കേണ്ട ഒരു വിഷയമാണത്. പക്ഷേ അതേ അവസരത്തിൽ അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള തെളിവുകൾ ലഭിക്കും മാത്രമേ ഈ ലോറി ഓണർക്കെതിരായിട്ടോ അല്ലെങ്കിൽ മണൽ മാഫിയക്കെതിരായിട്ടോ കേസെടുക്കാൻ കഴിയുള്ളൂ. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന സർക്കാരിന്റെ പദ്ധതി നവംബർ 6-ന് ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. ഇതിനായി ആദ്യഘട്ടം എന്ന നിലയിൽ തിരഞ്ഞെടുത്ത സർക്കാർ വിദ്യാലയങ്ങളിലാണ് ഇത്തരം കോഴ്സുകൾ ആരംഭിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ്. അത് മേജർ എല്ലാ മേഖലകളിലെ കമ്പനികളുമായി ടൈഅപ്പ് ചെയ്തുകൊണ്ടുള്ള +1 ക്ലാസ് തുടങ്ങുമ്പോഴും അതുപോലെ ഡിഗ്രി ഫസ്റ്റ് ഇയർ തുടങ്ങുകയാണ്. +2 കഴിയുമ്പോൾ +2ന്റെ സർട്ടിഫിക്കറ്റിനോട് കൂടി ഒരു സ്കിൽ അക്വയർ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടും. അതുപോലെ ഡിഗ്രി കഴിയുമ്പോൾ ഒരു സ്കിൽ അക്വയർ ചെയ്തതിൻ്റെ ഡിഗ്രി കൂടി കിട്ടും. അപ്പം അതിലിപ്പോൾ നമുക്ക് ഏറ്റവും ഈ ന്യൂ ജനറേഷൻ കോഴ്സുകൾ എന്നുള്ള നിലക്ക് IT, ടൂറിസം, അതുപോലെ ഹോസ്പിറ്റാലിറ്റി, അക്കൗണ്ടിങ് അങ്ങനെയുള്ള മേജർ ഏരിയാസ് കവർ ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളാണ് അവിടെ പഠിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്കിപ്പോൾ +2 പാസ്സായ കുട്ടി തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ആ കുട്ടിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ സ്വന്തമായ സംരംഭം ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഡിഗ്രി തലത്തിലും നവംബർ 6-ാം തീയതി പോകുമെന്ന് മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഈ വർഷം തന്നെ തുടങ്ങണം നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഈ അക്കാഡമിക് ഇയറിൽ. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സണെ തിങ്കളാഴ്ച തെരഞ്ഞെടുക്കും. ഇരട്ട ശമ്പള വിവാദത്തെ തുടർന്ന് K. സുധാകുമാരി രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് വന്നത്. CPM-ലെ തന്നെ നിലവിലെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷി അനിൽരാജാണ് മത്സരിക്കുന്നത്. UDF-ൽ നിന്ന് മുസ്ലിം ലീഗിലെ പച്ചീരി സുരയ്യയും മത്സരിക്കും. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നിഷി അനിൽ രാജിവെക്കും. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് UDF-ലെ പച്ചീരി സുരയ്യ മത്സരിച്ചേക്കും. K. സുധാകുമാരി രാജിവെച്ച ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിഷി അനിൽരാജിനെ CPM നേരത്തെ പരിഗണിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. CPM ഏരിയ കമ്മിറ്റിയും നഗരസഭാ പാർലമെന്ററി യോഗവും ചേർന്ന ശേഷമാണ് നിലവിലെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷി അനിൽരാജിനെ തീരുമാനിച്ചത്. ഏരിയ കമ്മിറ്റിയുടെ തീരുമാനത്തിന് ജില്ലാ കമ്മിറ്റി അംഗീകാരവും നൽകി. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നിഷി അനിൽരാജ് ചെയർപേഴ്സന്റെ തിരഞ്ഞെടുപ്പിന് മുമ്പായി വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി സ്ഥാനം രാജിവെക്കും. തിങ്കളാഴ്ച രാവിലെ 11:30-നാണ് നഗരസഭാ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗ് പാർലമെന്ററി യോഗം തിങ്കളാഴ്ച രാവിലെ ചേർന്ന പച്ചീരി സുരയ്യ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കും. പെരിന്തൽമണ്ണ നഗരസഭയിൽ CPM-ന് 18-ഉം UDF-ന് 16 അംഗങ്ങളാണുള്ളത്. ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം സ്റ്റേ ചെയ്തതിനു പുറമെ ബാങ്ക് അക്കൗണ്ട് കൂടി മരവിപ്പിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. സെപ്റ്റംബർ 5-ന് നടക്കേണ്ട മാർക്കറ്റ് കെട്ടിടത്തിന്റെ ലേലം ഉൾപ്പെടുന്ന അജണ്ടകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ സ്റ്റേ നീക്കം ചെയ്യാൻ കോടതിയെ സമീപിച്ചതിന് പുറകെയാണ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത്. ഹഡ്കോയിൽ നിന്നും മാർക്കറ്റ് കെട്ടിടത്തിനായി അനുവദിച്ച ലോൺ തുകയാണ് SBT ഒറ്റപ്പാലം ശാഖയിലുള്ളത്. ഈ അക്കൗണ്ട് ബസ് സ്റ്റാൻഡ് വിപുലീകരണത്തിന്റെ സ്ഥലമെടുപ്പിന് ഉടമ നൽകിയ പരാതിയെ തുടർന്നാണ് മരവിപ്പിച്ചത്. UDF ഭരണത്തെ അട്ടിമറിച്ച് CPM പിന്തുണയോടെ അധികാരത്തിലേറിയ വിമത കോൺഗ്രസ് ഭരണസമിതിയെ തുടർച്ചയായി വലിയ പ്രഹരം ഏൽപ്പിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പുനഃസംഘടന, താൽക്കാലിക ജീവനക്കാരെ നിയമിച്ച സംഭവം, ഈ അക്കൗണ്ട് ബസ് സ്റ്റാൻഡ് വിപുലീകരണത്തിനെടുത്ത സ്ഥലത്തിന്റെ ഉടമ നൽകിയ പരാതിയെ തുടർന്നാണ് മരവിപ്പിച്ചത്. UDF ഭരണത്തെ അട്ടിമറിച്ച് CPM പിന്തുണയോടെ അധികാരത്തിലെത്തിയ വിമത കോൺഗ്രസ് ഭരണസമിതിക്ക് തുടർച്ചയായി വലിയ പ്രഹരമേൽക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പുനഃസംഘടന, താൽക്കാലികമായി ജീവനക്കാരെ നിയമിച്ച സംഭവം, മാർക്കറ്റ് ലേലം, അക്കൗണ്ട് ഫ്രീസിംഗ്, ബസ് സ്റ്റാൻഡ് വിപുലീകരണം തുടങ്ങി എല്ലാ വിഷയത്തിലും വലിയ പ്രതിസന്ധിയെയാണ് ഇപ്പോഴത്തെ ഭരണസമിതി നേരിടുന്നത്. പലതും നിയമപരമായി നേരിടുമ്പോൾ രാഷ്ട്രീയമായി ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിയുമാണുള്ളത്. ഇതും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഭരണസമിതിയുടെ പ്രവർത്തനത്തെ. എന്തായാലും വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിലും ഓംബുഡ്സ്മാനിലുമുള്ള കേസുകൾ തീർപ്പാകുമ്പോൾ നഗരസഭാ ഭരണസമിതിയുടെ ഭാവി തന്നെ നിർണ്ണയിക്കപ്പെടും. കാലവർഷവും തുലാവർഷവും ഒരുപോലെ ഇത്തവണ കൈവിട്ടതോടെ ഭാരതപ്പുഴ വറ്റി വരണ്ടു. രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തോടൊപ്പം പുഴയുടെ നിലനിൽപ്പും അപകടത്തിലായിട്ടുണ്ട്.
മണൽവാരലും കയ്യേറ്റവും കൊണ്ട് ശോഷിച്ച് രൂപം മാത്രമായ ഭാരതപ്പുഴ ഇന്ന് നീർച്ചാലും മാത്രമായിട്ടുണ്ട്. പല സ്ഥലത്തും പുൽക്കാടുകൾ വളർന്ന് സാമൂഹ്യ വിരുദ്ധർക്ക് താവളമാക്കാനുള്ള ഇടവുമായി. ഇരുകരകളും മുട്ടിയൊഴുകിയ ഭാരതപ്പുഴ ഒന്ന് നിറഞ്ഞൊഴുകുന്നത് കാണാൻ പോലും ഈ വർഷം കഴിഞ്ഞിട്ടില്ല. കാലവർഷത്തിൽ കാര്യമായ മഴ ലഭിക്കാത്തതും തുലാവർഷം കൈവിട്ടതുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായത്. അവിടെവിടെയായി കാണുന്ന മണൽപ്പരപ്പുകളും ചെറിയ കുഴികളിൽ മാത്രമുള്ള വെള്ളക്കെട്ടുകളുമാണിന്ന് നിള. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള മനുഷ്യന്റെ പ്രവർത്തനവും നിളയിലെ നീരുറവ് പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മാഫിയ സംഘങ്ങളും തകർക്കുന്നത് ഒരു സംസ്കൃതിയുടെ പൈതൃകത്തെ തന്നെയാണ്. വരും തലമുറയ്ക്ക് കാത്തുവെക്കേണ്ട പ്രകൃതി സമ്പത്തിന് ഏറ്റവും വലിയ പുഴകളിലൊന്നായ ഭാരതപ്പുഴയുടെ അസ്ഥി മാത്രമാണിന്ന് കാണാനാവുന്നത്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ ഭവൻ കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത ലക്ഷം വീട് കോളനിയിലെ വീടുകളിൽ പലതും തകർന്നു വീഴാറായ സാഹചര്യത്തിൽ ഇവിടെ താമസിക്കുന്നവരെ ആശ്രയ ഭവനിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് CPI വെള്ളിനേഴി പഞ്ചായത്ത് കമ്മിറ്റി. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലുള്ള ആശ്രയ ഭവൻ കെട്ടിടം കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുന്നു. 2010 ആശ്രയ ഭവൻ നിർമ്മിച്ചത്. ഉപയോഗശൂന്യമായ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ട്. 8 മുറികളോട് കൂടിയ ഈ കെട്ടിടം സംരക്ഷിക്കേണ്ടത് അനിവാര്യമായി തീർന്നിട്ടുമുണ്ട്. അതേസമയം ആശ്രയ ഭവന്റെ സമീപത്തുള്ള ലക്ഷം വീട് കോളനിയിലെ പല വീടുകളും തകർന്ന് വീഴാറായ നിലയിലുമാണ്. കാറ്റും മഴയും വരുമ്പോൾ ഭയപ്പാടോടുകൂടിയാണ് ഇവിടത്തുകാർ കഴിഞ്ഞുകൂടുന്നത്. ഈ സാഹചര്യത്തിൽ ഇവരെ ആശ്രയ ഭവനിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് CPI വെള്ളിനേഴി പഞ്ചായത്ത് കമ്മിറ്റിയും AIYFും പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകുന്നില്ലെന്ന് CPI നേതാവ് ആലുംകുണ്ട രാധാകൃഷ്ണൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. 6/9/2010 ഉദ്ഘാടനം കഴിഞ്ഞ ഈ ആശ്രയ ഭവൻ ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ ആശ്രയഭവന്റെ തൊട്ടടുത്ത് തന്നെ ഏതോളം 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അത് വൃദ്ധന്മാരും കുട്ടികളടക്കം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ആശ്രയഭവൻ ഇവിടെ ഈ ലക്ഷം വീട് കോളനികൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ആശ്രയഭവൻ ഈ അർഹതപ്പെട്ടവർക്ക് തുറന്നു കൊടുക്കണമെന്ന് AIYFന്റെ യൂണിറ്റ് സമ്മേളനത്തിലൂടെ ഞങ്ങൾ പഞ്ചായത്തിനെ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ആശ്രയഭവന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടിക്ക് CPIയുടെ വെള്ളിനേഴി പഞ്ചായത്ത് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റിനോട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതിനെതിരെ CPI ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ലക്ഷം വീട് ഭവന പുനർനിർമ്മാണത്തിന് പദ്ധതികൾ ഉണ്ടായിട്ടും കോളനി നിവാസികൾ ദുരിതം അനുഭവിക്കുകയാണെന്നും CPI ആരോപിച്ചു. നെല്ലായ എഴുവന്തല SRK ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ റിലീഫ് വിതരണോദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് മുഖ്യാതിഥിയായിരുന്നു. ആർക്കെങ്കിലും പ്രയാസങ്ങളോ അതുപോലെ തന്നെ വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ അവരെ തേടിപ്പിടിച്ച് മനസ്സിലാക്കി അവരെ സഹായിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട് എന്ന് എല്ലാ ആളുകളും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും നമ്മോട് പറയുന്ന കാര്യങ്ങളാണ്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് SRK ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി സാമ്പത്തിക സഹായം നൽകിയത്. ഭവന നിർമ്മാണ സഹായവും ചികിത്സാ ധനസഹായവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെ വിതരണോദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിച്ചു. കുറെ കൂടി വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായ ഒരു സമ്പ്രദായ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു SRK ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിൽ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ആദരണീയനായ തങ്ങൾ അവർ ഇവിടെ നിർവഹിച്ചത്. ചികിത്സാ സഹായ വിതരണോദ്ഘാടനം N ശംസുദ്ദീൻ MLAയും ഭവന നിർമ്മാണ സഹായങ്ങളുടെ വിതരണോദ്ഘാടനം M ഹംസ MLAയും വിദ്യാഭ്യാസ സഹായ നിധി ഉദ്ഘാടനം KS അലീഖ MLAയും നിർവഹിച്ചു. അർഹരായ എല്ലാവർക്കും സഹായം നൽകൂ എന്നതാണ് SRK ട്രസ്റ്റിന്റെ ലക്ഷ്യമെന്നും ഇതിനെല്ലാവരുടെയും സഹകരണങ്ങൾ ആവശ്യമുണ്ടെന്നും ട്രസ്റ്റ് ചെയർമാൻ റഷീദ് മാലിക് ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. പൂനെ, ബാംഗ്ലൂർ, കൊച്ചി എന്നിവിടങ്ങൾ കേന്ദ്രമാക്കി റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യവസായിയാണ് എഴുവന്തല സ്വദേശിയായ റഷീദ് മാലിക്. അതെ, ഞങ്ങൾ ഉദ്ദേശം ഈ ട്രസ്റ്റിന്റെ ഇങ്ങനെ ഈ ഒരു കാരുണ്യ പ്രവർത്തനം തുടങ്ങി മുന്നോട്ടൊരു വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട്. പക്ഷെ അത് സാഹചര്യവും സിറ്റുവേഷൻ അനുസരിച്ച് ഞങ്ങൾ അതിനെ ഒത്തുകിട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ തുടങ്ങും എന്നുള്ളതാണ്. കൊണ്ടുപോകാനുള്ള എല്ലാവരുടെ സഹായങ്ങളും ഉണ്ടെങ്കിലേ പറ്റൂ. അതിന് വിശാലമായ മനസ്സുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം.
ട്രസ്റ്റ് സെക്രട്ടറി മരക്കാർ മംഗലം, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ CIMA കരീം, EP ശങ്കരൻ, PA ഉമ്മാർ തുടങ്ങിയവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരി ഉപജില്ലാ കായികമേളയ്ക്ക് തിങ്കളാഴ്ച കടമ്പഴിപ്പുറത്ത് തുടക്കം കുറിക്കും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന കായികമേളയിൽ 2000-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും. സംഘാടക സമിതി അംഗങ്ങൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 3 ദിവസം നീണ്ടുനിൽക്കുന്ന ചെറുപ്പളശ്ശേരി ഉപജില്ലാ കായിക മാമാങ്കത്തിന് തിങ്കളാഴ്ച കടമ്പഴിപ്പുറം ഗവൺമെന്റ് UP സ്കൂൾ മൈതാനിയിൽ തുടക്കമാകും. 50 LP, 17 UP, 10 ഹൈസ്കൂൾ, 8 ഹയർ സെക്കൻഡറി, 1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 2000-ലധികം പ്രതിഭകൾ 5 വിഭാഗങ്ങളിലായി 165 ഇനങ്ങളിൽ മത്സരിക്കും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന മാർച്ച് പാസ്റ്റിൽ ചെർപ്പളശ്ശേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ M. കൃഷ്ണൻ സല്യൂട്ട് സ്വീകരിക്കും. തുടർന്ന് ദേശീയ കായിക താരം പ്രീജ ശ്രീധരൻ മേള ഉദ്ഘാടനം ചെയ്യും. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും. മേളയുടെ നടത്തിപ്പിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രവീന്ദ്രനാഥ് ചെയർമാനും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ M. ജയരാജൻ ജനറൽ കൺവീനറും കടമ്പഴിപ്പുറം ഹൈസ്കൂൾ പ്രധാനാധ്യാപിക MP ചന്ദ്രലേഖ കൺവീനറുമായുള്ള സ്വാഗത സംഘവും രൂപീകരിച്ചിട്ടുണ്ടെന്നും സംഘാടക സമിതി അംഗങ്ങൾ പറഞ്ഞു. ഏതാണ്ട് 2000-ഓളം പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. ഒന്നാമത്തെ ദിവസം 29-ാം തീയതി LP വിഭാഗത്തിലെ LP വിഭാഗം, UP വിഭാഗം കുട്ടികളുടെ പരിപാടികളാണ്. 30-31 ദിവസങ്ങളിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി മേഖലയിലെ കുട്ടികളും പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ തയ്യാറാക്കിയത്. ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ M. ജയരാജൻ, M. K. കൃഷ്ണകുമാർ, KK അനിൽകുമാർ, CP ഹേമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ലിറ്റിൽ മാഗസിനുകളുടെ 100ാം വാർഷികാഘോഷം പട്ടാമ്പിയിൽ നടന്നു. ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ചാണ് പരിപാടികൾ നടന്നത്. മലയാളനാട് വെബ് കമ്മ്യൂണിറ്റിയുടെ തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലയുടെ കൂട്ടായ്മയായ മലയാളനാട് ഫൗണ്ടേഷൻ ഫോർ കൾച്ചറൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ലിറ്റിൽ മാഗസിനുകളുടെ 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മലയാള വിഭാഗത്തിന് സഹകരണത്തോടെയായിരുന്നു പരിപാടി. രാവിലെ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷ സാഹിത്യ കലാ സംസ്കാരത്തിലേക്ക് പ്രചോദിപ്പിക്കും ഇന്ന് ലിറ്റിൽ മാഗസീനുകൾ കൂടുതലായി ഉണ്ടായത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പും അതിനുശേഷവുമുള്ള കാലങ്ങളിലാണ്. മാസിക പ്രവർത്തകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, പ്രഭാഷണം, സാംസ്കാരിക സെമിനാർ, ആദ്യകാല സാരഥികളെയും സംവാദകരെയും ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ നടന്നു. UP ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സിവിക് ചന്ദ്രൻ, രാജേന്ദ്രൻ ഇടത്തൂക്കർ, ബാബു മുണ്ടൂർത്തു എന്നിവർ സംസാരിച്ചു. ലിറ്റിൽ മാഗസിനുകളുടെയും മലയാളത്തിലിറങ്ങിയ സമാന്തര മാഗസിനുകളുടെയും പ്രദർശനവും നടന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ സാമൂഹിക പ്രസക്തി എന്ന വിഷയത്തിൽ പട്ടാമ്പിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ക്ഷേത്ര സംരക്ഷണ സമിതി പട്ടാമ്പി താലൂക്ക് സമിതിയാണ് പട്ടാമ്പിയിൽ സെമിനാർ സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടി TK വിനയഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രോത്സവത്തിന്റെ ഉത്സവം കേരളത്തിൽ മാധവജി അത്തരം മഹാരഥന്മാരാണ് ഇതിന്റെ സാരഥികൾ. തുടക്കത്തിൽ ആ പ്രസ്ഥാനത്തെ നയിച്ചിരുന്നത്. അവരുടെ ആ ദീർഘവീക്ഷണം ഒരിക്കലും പാഴായി പോകില്ല എന്ന് തന്നെയാണ് കേരള സംരക്ഷണ സമിതിയുടെ നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. K. സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ ഭാരവാഹികളായ വെള്ളിനേഴി നാരായണൻ, വെളുത്തൂർ രാമചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി KC കൃഷ്ണൻ, E. രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ TG വിജയകുമാർ വിഷയാവതരണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് ഓട്ടോയിൽ കയറി യുവതിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം. പോലീസ് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് വിവിധ സംഘടനകൾ. തന്റെ പരാതി പോലീസ് ഗൌരവമായി കണ്ടില്ലെന്ന് യുവതിയുടെ വെളിപ്പെടുത്തൽ. മണൽ മാഫിയകൾ സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന മണൽ കടത്ത് സർക്കാർ ഗൌരവമായാണ് കാണുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി നവംബർ 6-ന് ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. ഒറ്റപ്പാലം നഗരസഭ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ബാങ്ക് അക്കൗണ്ട് കോടതി മരവിപ്പിച്ചതോടെ വികസന പ്രവർത്തനങ്ങളും താളം തെറ്റും. പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച. CPM-ലെ നിഷി അനിൽരാജ് ചെയർപേഴ്സണായേക്കും. മുസ്ലിം ലീഗും മത്സരരംഗത്തുണ്ട്. ആരുടെയും ആശ്രയമില്ലാതെ വെളിനേഴിയിൽ ഒരു ആശ്രയഭവൻ. സമീപത്തെ ലക്ഷം വീട് കോളനി തകർച്ചയിലേക്കും. ഇതൊന്നും കാണാതെ അധികൃതർ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.